ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 6-ാം അധ്യായം. കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ പുണ്യമായ അംബരീഷ ചരിതമാണ് വർണ്ണിച്ച് കേട്ടത്. 6-ാമത്തെ അധ്യായത്തിൽ എന്തൊക്കെ പറയുന്നു നോക്കാം. ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നു: വിരൂപ കേതുമാൻ ശംഭുരംബരീഷസുതാസ്ത്രയ വിരൂപാൽ വൃഷദശോഭുൽ തൽപുത്രസ്തു രഥീതര എന്നിങ്ങനെ അംബരീഷൻ്റെ വംശമാണ് വർണ്ണിക്കുന്നത്. വിരൂപൻ, കേതുമാൻ, ശംഭു തുടങ്ങിയവരെ 3 പേര് അംബരീഷൻ്റെ 3 കുട്ടികൾ. ഇതിൽ വിരൂപാത് പൃഷദശ്വഹ അഭൂത്, വിരൂപൽ നിന്നും പൃഷദശ്വനുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് രഥീധരനുണ്ടായി. ഇനി അടുത്ത ശ്ലോകത്തിൽ രഥീധരസ്യ അപ്രജസ്യ, രഥീധരന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അത്രേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയിൽ അങ്കിരസ് മഹർഷിയാണ് പുത്രോത്പാദനം ചെയ്തതെന്ന് പറയും. അങ്കിരാജനയാമാസ ബ്രഹ്മവർച്ചസ്വിന സുതാൻ, ബ്രഹ്മവർച്ചസ്വികളായിട്ടുള്ള കുട്ടികളെ അങ്കിരസ് ജനിപ്പിച്ചു. പിന്നീട് ആ കുട്ടികളെ ആംഗിരസന്മാർ എന്ന് പ്രസിദ്ധമായി വരുന്നതാണ്. ഏതേ ക്ഷേത്രേ പ്രസൂതാവേ പുരസ്ത്വ ആംഗിരസാ സ്മൃതഃ രഥീതരാണാം പ്രവര ക്ഷത്രോപേതാദ്വിജാതയ. ഇവർ ക്ഷത്രധർമ്മമുള്ള ബ്രാഹ്മണാദികൾ, ദ്വിജന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു കഥ ഇവിടെ പറഞ്ഞു. പിന്നെ ക്ഷുവതസ്തു മനോർജജ്ഞി ഇക്ഷ്വാകുർ ഘ്രാണസുത, മനുവിൻ തുമ്മിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാസികയിൽ കൂടി ഇക്ഷ്വാകുർ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രാദ്ധദേവൻ എന്നുള്ള മനുവാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഇക്ഷ്വാകു ഉണ്ടായതിനെ കുറിച്ച് രസമായിട്ട് പറയുകയാണ്. ഇക്ഷ്വാകു ഉണ്ടായത് ഘ്രാണതസ്വതഃ, നാസിക എന്നുണ്ടായി നിൽക്കുകയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 100 കുട്ടികളുണ്ടായിരുന്നു. തസ്യ പുത്രശതജ്യേഷ്ഠ, പുത്രശത, അദ്ദേഹത്തിന് 100 കുട്ടികളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കുട്ടികൾ, മൂത്ത കുട്ടികളായിരുന്നു വികുക്ഷി, നിമി, ദണ്ഡകന്മാർ. വികുക്ഷിയും നിമിയും ദണ്ഡകനും അദ്ദേഹത്തിൻ്റെ മൂത്ത കുട്ടികളായിരുന്നു. എന്നാൽ 100 കുട്ടികളിൽ മൂത്തവരെ. പിന്നീട് അവരിൽ 25 പേര് പടിഞ്ഞാറ് ഭാഗം, 25 പേര് കിഴക്കു ഭാഗം, പിന്നെ ബാക്കിയുള്ളവർ തെക്കും വടക്കുമുള്ള ഭാഗം, 3 പേര് നടുക്കുള്ള ഭാഗം. ഇങ്ങനെയൊക്കെയാണ് അവർ രാജ്യം ഭരിച്ചെന്ന് സൂചിപ്പിച്ചു. തേഷാം പുരസ്കൃത ഭവൻ ആര്യാവർത്തേ നൃപ 25 പശ്ചാച്ച ത്രയോ മധ്യേ പരീനിത. 25 പശ്ചാച്ച, 25ഓളം പേര് പടിഞ്ഞാറ് ഭാഗം ഭരിച്ചു എന്നും 3 പേര് മധ്യപ്രദേശം ഭരിച്ചു എന്നും പിന്നീട് മറ്റുള്ളവർ മറ്റു ഭാഗങ്ങളിലൊക്കെ ഭരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സേകത അഷ്ടകാശ്രാദ്ധേ ഇക്ഷ്വാകു സുതമാദിശൽ, ഒരു അഷ്ടകാശ്രാദ്ധമുണ്ടായി. അഷ്ടകാശ്രാദ്ധം അതിന് നിവേദിക്കാൻ വേണ്ടിയിട്ട് മാംസം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വികുക്ഷിയോട്, അച്ഛനായിട്ടുള്ള മനു. സ ഇക്ഷ്വാകു ഏകത അഷ്ടകാശ്രാദ്ധേ വികുക്ഷേ ഗച്ഛ, അഷ്ടകാശ്രാദ്ധത്തിന് വേണ്ടിയിട്ട് മാംസം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഈ വികുക്ഷി എന്ത് ചെയ്തു? മാംസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. തഥേതി സവനം ഗത്വ മൃഗാൻ ഹത്വ ക്രിയാഹണൻ, അതായത് ഈ ബലിയൊക്കെ പിന്നെ സമർപ്പിക്കാൻ പറ്റുന്ന മൃഗങ്ങളെ, ശുദ്ധമായ മൃഗങ്ങൾ എന്ന് പറയും, അതിനെയൊക്കെ കൊന്നുകൊണ്ടുവന്നു. വെച്ചാൽ മാൻ തുടങ്ങിയിട്ടുള്ള മുയൽ തുടങ്ങിയവനൊക്കെ കൊന്നിട്ട് അതിനെ ഈ ശ്രാദ്ധത്തിനായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ഇയാൾക്ക് വിശന്നിട്ട് ഇതിൽ മുയലിൻ്റെ മാംസം ഇയാൾ ലേശം ഭക്ഷിച്ചു അത്രേ ഈ വികുക്ഷി. ശാന്തഃ ഭൂക്ഷിതഃ വിരം ശശം ച അതത് അപസ്മൃതി, ഈ ശശത്തെ നിവേദിക്കാൻ കൊണ്ടുവന്ന, ശ്രാദ്ധത്തിന് കൊണ്ടുവന്ന മാംസത്തിൽ ഈ മുയലിൻ്റെ മാംസം ഇയാൾ അല്പം ഭക്ഷിച്ചു. എന്നിട്ട് അത് ബാക്കി ഈ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ശേഷം നിവേദയാമാസ പിത്രേതേന. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുകൊടുത്ത സമയത്ത് ഈ ഗുരുനാഥന് ഇതെന്തായാലും ഒരു മാറ്റം കൊണ്ടുവന്നു. കഴിച്ചതിൻ്റെ ബാക്കിയാകുമ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഗുരുനാഥനിൽ നിന്നും ഇത് അറിഞ്ഞു ഇക്ഷ്വാകു. തൻ്റെ മകൻ ഇങ്ങനെ ഒരു നിവേദിക്കാൻ കൊണ്ടുവന്ന സാധനം കഴിച്ചിട്ടാണ് കൊണ്ടുവന്ന് കൊടുത്തത് മനസ്സിലായി.
അപ്പം അങ്ങനെ ജ്ഞാത്വാ പുത്രസതത്കർമ്മ ഗുരുണ ആഭിഹിതം നിർവ ദേശാ നിസ്സാരേവ, നാട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. ഇങ്ങനെ ഒരു ഗൗരവമായ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നീ ഇങ്ങനെ ഇതിനൊക്കെ നീ ആഹാരം കഴിച്ചതിൻ്റെ ബാക്കി കൊണ്ടുവന്ന് ഇത് ചിലവ് കൊണ്ട് നീ നാട്ടിൽ നിന്ന് പുറത്തു പോയിക്കോളൂ. അദ്ദേഹം നാട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നീട് ഇക്ഷ്വാകുവിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജാപകേന സമാചരൻ. അദ്ദേഹത്തിൻ്റെ പിന്നീട് തുടർന്നുള്ള ജീവിതമൊക്കെ ഈശ്വരോപാസനയായിട്ട് അദ്ദേഹം കഴിഞ്ഞുവെന്നും ഒടുവിൽ തെക്കുദ്വാ കളയപരം യോഗീസതേനാവാപ, ഇക്ഷ്വാകുവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭഗവാനിലേക്ക് പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഇക്ഷ്വാകു പുറത്താക്കിയ വികുക്ഷി അതുവരെ വന്നില്ല. ഇക്ഷ്വാകു ഇവിടുന്ന് പോയി മരണപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ പിതരി ഉപരതെ അഭ്യർത്ഥി വികുക്ഷി പൃഥ്വിയുമാണ്. വികുക്ഷി ഈ അച്ഛൻ പോയ ശേഷം രാജ്യത്തേക്ക് വന്നു. എന്നിട്ട് ഈ രാജ്യത്തെ ഭരിച്ചു. ശാസതീജി ഹരിം വിജ്ഞേ, ഈ ഭഗവാനെ പലതരത്തിലെ യജ്ഞങ്ങളെ കൊണ്ടൊക്കെ ഈ രാജ്യത്ത് അദ്ദേഹം പൂജിച്ചു. അദ്ദേഹത്തിന് ഒരു പേരും കിട്ടി, ശശാദൻ. ശശത്തെ അദനം ചെയ്തുകൊണ്ട് മുയലിനെ ഭക്ഷിച്ചു എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ പുരഞ്ജയ തസ്യ സുത, പുരഞ്ജയ എന്ന പേരായ മകൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേറെയും പേരുണ്ടായിരുന്നു, ഇന്ദ്രവാഹ ഇത് എഴുതുക, കകുൽസ്ഥ ഇതിജാപ്പി കുതാശയുടെ നാമാനി കർമ്മഭി. തൻ്റെ പ്രവൃത്തി കൊണ്ട് 2-3 തരം പേര് കിട്ടിയ ഒരു ഉണ്ണി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അതെന്താ അങ്ങനെ പേര് വരാൻ കാരണം? പുരഞ്ജയെന്നും ഇന്ദ്രവാഹെന്നും കകുൽസ്ഥനൊക്കെ പേര് വരാൻ കാരണം എന്താണെന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. അത് കൃതാന്ത ആസുര സമരോ ദേവാനാം സഹദാനവേഹി പാഷ്ണിഗ്രഹാവൃതവീര ദേവ ദൈത്യപരാജി. പണ്ട് ദേവാസുരന്മാർ ഗംഭീര യുദ്ധം ഉണ്ടായിരുന്നു. ലോകാവസാനം ഉണ്ടാവാൻ പാകത്തിനുള്ള രീതിയിലുള്ള യുദ്ധം ഉണ്ടായി. അപ്പോൾ ദേവന്മാരാകെ തളർന്നുപോയ സമയത്ത് അവരെന്ത് ചോദിച്ചാൽ സഹായത്തിനായിട്ട് പാഷ്ണിഗ്രാഹവൃത, സഹായത്തിനായിട്ട് ഈ പുരഞ്ജയനെ വിളിച്ചു. അയാൾ ഈ നമ്മുടെ വികുക്ഷിയുടെ മകനെ വിളിച്ചു. അപ്പോൾ വിളിച്ച സമയത്ത് ഇദ്ദേഹം ദേവലോകത്തേക്ക് ദേവന്മാർ സഹായിക്കാനായിട്ട് പോയി. ചിത്രമായ കഥയാണ്. വചനാ ദേവദേവസ്യ വിഷ്ണു വിശ്വാത്മരഭോ വാഹനത്വ തസ്യ ബഹുവിന്ദ്രു മഹാവൃഷ. അപ്പോൾ ഇയാൾ യുദ്ധത്തിന് പോകുമ്പോൾ ഇയാൾക്ക് ചില വ്യവസ്ഥയ്ക്കിടാണ്. യുദ്ധം ചെയ്യാനായിട്ടൊരു ഇന്ദ്രൻ കാളയായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കാളയായിട്ടൊക്കെ മഹാവിഷ്ണു നിർദ്ദേശപ്രകാരം ഇന്ദ്രൻ കാളയായിട്ട് നിന്നു. അങ്ങനെ കാളയായിട്ട് നിന്ന സമയത്ത് സന്നദ്ധ പോർച്ചട്ടൊക്കെ ധരിച്ചുകൊണ്ട് പിന്നെ യുയുൾസു കകുതിസ്ഥിത, അതിൻ്റെ കകുത്തിൽ നിന്നുകൊണ്ട്, അതായത് ഈ കാളയുടെ പുറത്തു ഭാഗത്തുള്ള കഴുത്തിനടുത്തുള്ള മാംസം ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിനാണ് കകുത്ത് പറയുക. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം യുദ്ധം ചെയ്തു. തേജസാപ്യായതോ വിഷ്ണോഹോ പുരുഷസ്യ പരാത്മന പ്രതീച്ഛാബ്ദിശി ദൈത്യാന്വിത ശീഘ്രം. ദേവന്മാരും ഒന്നിച്ച് അസുരന്മാരുടെ ആ കോട്ടയൊക്കെ അവർ വളഞ്ഞു, അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തു. അതിഗംഭീരമായ യുദ്ധം ഉണ്ടായി അസുരന്മാരുമായിട്ട്. പുരഞ്ജയനാണ് ഇപ്പോഴത്തെ നേതാവേ. അപ്പം അങ്ങനെ യുദ്ധം ചെയ്തപ്പോൾ തൈസ്തസ്സനം തുമുലം രോമഹർഷണം, അതിഭയങ്കരമായ രോമാഞ്ചം ഉണ്ടാക്കുന്ന യുദ്ധം ഉണ്ടായിരിക്കല്ലേ. യമായ ഭല്ലേഹി അനയത്, യമൻ്റെ ലോകത്തേക്ക് തുരുതുരാന്ന് അസുരന്മാരെ പറഞ്ഞു വിട്ടു. അവർ കൊന്നു അർത്ഥം. അങ്ങനെ അസുരന്മാരൊക്കെ പേടിച്ച് വിസർജ്യദുദ്രുദൈത്യ ഹന്യമാനാസുമാർ, അവരുടെ സംസ്ഥാനത്തേക്ക് അവർ പോയി. ദേവലോകത്തേക്ക് കയറി വന്നവർ തിരിച്ചുപോയി. ഇങ്ങനെ സകല സമ്പത്തും അസുരന്മാർ അപഹരിച്ചുകൊണ്ടുപോയ സമ്പത്തിനൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് സശ്രീകം വജ്രപാടയെ പ്രത്യേകിച്ചുള്ള സരാജശ്രീതി. അപ്പോൾ ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം 2-3 തരം പേര് കിട്ടി. കകുളത്തിൽ, കാളയുടെ കകുത്തിലിരുന്നുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് കകുത്സൻ എന്നുള്ള പേരുണ്ടായി. പുരത്തെ ജയിച്ചുകൊണ്ട് പുരഞ്ജയ എന്നുള്ള പേര്. പിന്നെ ഇന്ദ്രനെ വാഹനാക്കി ഇന്ദ്രവാഹനം എന്നുള്ള പേരൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകൻ പുരഞ്ജയസ്യ പുത്രഹാഭൂത് അനേനാഹ, പുരഞ്ജൻ്റെ ആ വംശം പറയണം. പുരഞ്ജയൻ്റെ മകനാണ് അനേനസ്, അദ്ദേഹത്തിൻ്റെ മകനാണ് പൃഥു, അദ്ദേഹത്തിൻ്റെ മകനാണ് വിശ്വരന്തി, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ചന്ദ്രൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ യുവനാശ്വൻ. ഇങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നീട് ശാപസ്തൻ അദ്ദേഹത്തിൻ്റെ മകൻ. ആ ശാപസ്തനാണ് ശാപസ്ഥയിലെ പുരി ഉണ്ടാക്കിയെന്ന് സൂചിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ബൃഹദശ്വൻ, ബൃഹദശ്വൻ്റെ മകൻ കുവലയാശ്വൻ. കുവലയാശ്വൻ എന്ത് ചെയ്തു? യഹ് പ്രിയാർത്ഥം മുതംഗസ്യ ദുന്ധുനാമാസുരം ബലി. പ്രിയാർത്ഥം, തൻ്റെ പ്രിയനായിട്ടുള്ള ഉത്തങ്കൻ്റെ ഇതിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഉദങ്കനായിക്കൊണ്ട് ദുന്ധു എന്നുള്ള അസുരനെ കൊന്നു. ദുന്ധു എന്നുള്ള അസുരനെ, ദുന്ധു നാമ അസുരം, ബലവാനായിട്ടുള്ള ദുന്ധു എന്ന പേരായിട്ട് അസുരനെ കൊല്ലാൻ പോകുമ്പോൾ ഇയാൾ ഒറ്റക്കല്ല പോയത്.
സുതാനാം ഏകവിംശതിയ സഹസ്രൈഹി അമ്പ. 21,000 കുട്ടികളുണ്ടായിരുന്നു ഇത്ര ഇദ്ദേഹത്തിന്. അതായത് ആർക്ക്? ഈ കുവലയാശുവിന്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ടാണ് ഇയാൾ യുദ്ധത്തിന് പോയത്. അപ്പം അങ്ങനെ ആ അസുരനെ കൊന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കുവലയാശുവിന് ദുന്ധു എന്നുള്ള അസുരനെ കൊന്നുകൊണ്ട് ദുന്ധുമാരൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടി. ദുന്ധുമാരതിഖ്യാത. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ എന്ത് പറ്റിച്ചാൽ ആ കുട്ടികൾ ഈ ദുന്ധുമാരൻ്റെ ദുന്ധു എന്നുള്ള അസുരൻ്റെ വായിന്ന് വന്ന അഗ്നിയിൽ ഇവരെല്ലാം ദഹിച്ചു പോയി. 2-3 പേര് ത്രയ ഏവ ആവശ്യം, 3 ഒരു ബാക്കി ഉണ്ടായിരുന്നു, മറ്റെല്ലാം ദഹിച്ചു പോയി. അപ്പോൾ 3 പേരുടെ പേരെന്താണ്? ദൃഢാശ്വ, കപിലാശ്വ, ഭദ്രാശ്വ. ഈ 3 പേര് വെച്ച് മറ്റെല്ലാവരും തീപ്പെട്ടു. പിന്നീട് ദൃഢാശ്വൻ്റെ മകൻ ദൃഢാശ്വപുത്ര ഹര്യശ്വ. ദൃഢാശ്വൻ്റെ മകനാണ് ഹര്യശ്വൻ. അവൻ്റെ മകനാണ് നികുംഭൻ. പിന്നെ ബരിഹണാശ്വൻ, നികുംഭൻ്റെ മകനായ ബർഹണാശ്വൻ. പിന്നെ അവരുടെ മകനായ കൃശാശ്വൻ. പിന്നീട് യുവനാശ്വൻ ഉണ്ടായി ഒരു മകനായിട്ട്. മക്കളായിട്ട് കണക്കാക്കണം. അവർ സഹ അനപത്യ വനംഗത. ഈ യുവനാശ്വൻ ഉണ്ടായി കുട്ടികളൊന്നും ഇല്ലാത്തൊരു പ്രയാസം കൊണ്ട്, ആ ദുഃഖം കൊണ്ട് ഇദ്ദേഹം കാട്ടിലേക്ക് പോയി. രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് കുട്ടികളില്ലാത്ത രാജാവിനെ കാണുമ്പോൾ കുട്ടികളായി ഇദ്ദേഹം ധാരാളം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഭാര്യാശതേനാണ്. അത് 100 കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഇഷ്ടിം സ്മർത്തയാൻ ചക്രു ഇന്ദ്രിയം രസ്വമാഹിത. ഇന്ദ്രനെ പൂജിക്കാനായിക്കൊണ്ട് ഇവർ കാട്ടിൽ പോയിട്ട് വലിയ യാഗം ചെയ്തു. അങ്ങനെ രാജാതദ് യജ്ഞസനം പ്രവിഷ്ടോ നിശ്ചിത. ആ യജ്ഞശാലയിലേക്ക് രാജാവ് ഒരു ദിവസം രാത്രി വന്നപ്പോൾ രാജാവ് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ തരിഷിതഹാണ് രാത്രി പ്രവേശിച്ച രാജാവിന് ഈ യജ്ഞശാലയിൽ പൂജിക്കാൻ വെച്ചിരിക്കുന്ന പുംസവന ജലം ഇദ്ദേഹം എടുത്തു കുടിച്ചു. ദുഷ്ടാശായന വിപ്രാണസൻ പവവും മന്ത്രജലം സ്വയം. ആ മന്ത്രജലത്തെ ഇദ്ദേഹം എടുത്തെടുപ്പാൻ ചെയ്തു. എന്നിട്ട് കിടന്നു. പക്ഷെ പൂജിച്ച് വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം സന്തതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പൂജിച്ച് വെച്ച വെള്ളം ഇദ്ദേഹം തന്നെ എടുത്തു കുടിച്ചു. അപ്പോൾ ഉച്ചിദാസ നിശമ്യാത വിതകം കലശം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുതിക്കൂടെയൊക്കെ അങ്ങ് നോക്കുമ്പോൾ ഈ പാത്രത്തിൽ വെള്ളമില്ല. ഒരു ചോദിച്ചു, ആരാണാവോ ഈ വെള്ളം കുടിച്ചത്? കസ്യ കർമ്മേതം പീതം പുംസോനം ജലം. ഈ പുംസോന ജലം ആരാ കുടിച്ചതൊക്കെ അന്വേഷിച്ചു. അപ്പോൾ രാജാവ് ഞാനാ കുടിച്ചത് പറഞ്ഞ സമയത്ത് ഇവരിങ്ങനെ ചിരിച്ചു. കഷ്ടം. ഈശ്വരപ്രഹിതനം ഈശ്വരായ നമശകുരു. ഭഗവാൻ അങ്ങേക്ക് തന്നെ നമസ്കാരം. കാരണം ഈ വെള്ളം കുടിച്ചാൽ പ്രസവിക്കും. കുടിച്ചിരിക്കുന്നത് ഒരു പുരുഷനാണ്. ദൈവത്തിന് നിശ്ചയം എന്താണ്? ദൈവത്തിന് എന്നെ അറിയുള്ളൂ. ദൈവബലം ബലം. ഏതായാലും കുക്ഷി നിർഭിദ്യ ദക്ഷിണം. ഇദ്ദേഹത്തിൻ്റെ വയറ് വീർത്തു വന്നു. യുവനാശൻ എന്തായി? യുവനാശൻ വലതുഭാഗത്ത് വളർന്നുകൊണ്ട് കുട്ടി പുറത്തു വന്നു. വയറിൻ്റെ വലതുഭാഗം നിർഭിദ്യ ദക്ഷിണം. ആ ഉണ്ണി പക്ഷെ ചക്രവർത്തിയായി മാറി എന്നുള്ളതാണ്. എന്താ വിഷയം? എന്താ വെച്ചാൽ കം ധാസ് കുമാരവയം സ്തന്യം. ആരാ ഈ കുഞ്ഞിന് പാല് കൊടുക്കുക? കരയുന്നുണ്ടല്ലോ, ആരെ പാനം ചെയ്യും എന്ന് ചോദിച്ച സമയത്ത് ഇതിപ്പോൾ ഇന്ദ്രനെയൊക്കെ സങ്കല്പിച്ചിട്ടാണല്ലോ പൂജ. അപ്പോൾ ഇന്ദ്രൻ ചാടി വന്നിട്ട് പറഞ്ഞു മാം ധാതാ ഒരു ഞാൻ തരാ പാല് എന്നും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിരല് ഈ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ദേശിനി മത. അങ്ങനെ ഇന്ദ്രൻ തൻ്റെ ചൂണ്ടാണി വിരൽ ആ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞ് മരിച്ചില്ല. മാര പിതാസ വിപ്രദേവപ്രസാദ. എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ആ കുട്ടി ഇങ്ങനെ ജീവിച്ചു. യുവനാശ്വതത്രയോ. പിന്നീട് യുവനാശൻ മകനെ രാജ്യത്തേക്ക് കൊടുത്തുകൊണ്ട് ഇദ്ദേഹം കടലിലേക്ക് പോയി. ഈ മകനായ ഈ ഉണ്ണിക്ക് മാംധാത എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇന്ദ്രൻ ഇത് കൊടുത്തതുകൊണ്ട് മാംധാത എന്ന് പേരുണ്ടായി. അദ്ദേഹത്തിന് മറ്റും ചില പേരുണ്ട്. ത്രസദസ്യു, ദസ്യുക്കളെ പറപ്പിക്കുന്നവൻ. ശത്രുക്കളെ അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് അങ്ങനെ പേടിക്കുക. അതുകൊണ്ട് ത്രസദസ്യു എന്നുള്ള പേര് അദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ട രാവണൻ പോലും പേടിക്കുക. യസ്മാത് അസന്ധി ഹുദ്യുഗ്ന ദസ്യവഹ രാവണ. അതെ, രാവണാദികൾ പോലും ഇദ്ദേഹത്തെ പേര് കേട്ടാൽ പേടിക്കുന്നു. അപ്പോൾ അത്ര ഭയങ്കരനാണ് മാന്ധാത മാത്രം. യൗവനാശ്വസ മാന്ധാത ചക്രവർത്തി അവനിയും പ്രഭു. സപ്തദ്വീപവതി മേഘശാസ അച്യുത തേജസ. ഇദ്ദേഹം സപ്തദ്വീപവതിക്കും ഏകനായ ഒരു ചക്രവർത്തിയായി മാറി. 7 ദ്വീപുകളെയും ഇദ്ദേഹം അടക്കി ഭരിച്ചു ഈ മാന്ധാതാവ് എന്നാണ് പറയുന്നത്.
അപ്പം അങ്ങനെ ഭഗവാൻ ഇദ്ദേഹം ധാരാളമായിട്ട് പൂജിക്കുകയും യജ്ഞം കതുപി ആത്മവിൽഭൂതി ദക്ഷിണ ധാരാളം ദക്ഷിണയൊക്കെ കൊടുത്തുകൊണ്ടുള്ള വലിയ കർമ്മങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു. ദ്രവ്യം മന്ത്ര വിധരി യജ്ഞ യജമാന തത്വജ ധർമ്മോ ദേശ സർവം എതിരിതാക്കും. സർവം ഈശ്വരമയമായിക്കൊണ്ട് ഈ ലോകത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം ഹരിയെ പൂജിച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥലം എത്രത്തോളം വിസ്താരമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് അസ്തമിക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് അസ്തം. യാവസൂര്യ ഉദയസ്മ യാവച്ച പ്രതിഷ്ഠതി സർവം തൽ യൗവനാശ്വസ്യ മാന്ധാത ക്ഷേത്രം. മാന്ധാതാവിൻ്റെ ക്ഷേത്രമാണ് മാന്ധാതാവിൻ്റെ സ്ഥലമാണ്. സൂര്യപ്രകാശത്താ സ്ഥലം ഒരുപക്ഷെ അങ്ങനെ ആയിട്ടില്ല. അതാണ് സൂര്യപ്രകാശത്തും സ്ഥലം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്. ഇദ്ദേഹമാണ് ശശബിന്ദോഹോ ദുഹിതരി ബിന്ദുമത്തിയ മഥാനൃപ. ശശബിന്ദു എന്നുള്ള രാജാവിൻ്റെ മകള് ബിന്ദുമതിയെ ഇദ്ദേഹം വിവാഹം കഴിച്ചു. അതിൽ ഇദ്ദേഹത്തിന് പുരുകുലസൻ, അംബരീഷൻ, മുജുകുന്ദം തുടങ്ങിയിട്ടുള്ള 3 കുട്ടികളുണ്ടായി. അതുമാത്രമല്ല 50ഓളം പെൺകുട്ടികളുണ്ടായി. ആ 50 പെൺകുട്ടികളെ സൗഭരി എന്നുള്ള മഹർഷി വിവാഹം ചെയ്തു. ആ സൗഭരി മഹർഷി എങ്ങനെയുള്ള ആളായിരുന്നു? അദ്ദേഹം യമുനാന്തർജലയം വെക്കുന്നത്, യമുനയുടെ ഉള്ളിൽ അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് മീനരാജൻ്റെ നിർവൃതി കണ്ടു. ഇദ്ദേഹം ഈ തപസ് ചെയ്ത് നിർവൃതി കൊണ്ടുകൊണ്ടിരിക്കുക കണ്ണു തുറന്ന സമയത്ത് ഈ ഭാര്യാസുഖം കൊണ്ട് മൈഥുനധർമ്മത്തിൽ സുഖിച്ച് അതിൽ നിർവൃതിപ്പെട്ട് നടക്കുന്ന മത്സ്യത്തെ കണ്ടു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ദാമ്പത്യ സുഖത്തിൽ ഇങ്ങനെ ഒരു രതിസംയോഗം കൊണ്ടുണ്ടാകുന്ന ഒരു നിർവൃതി എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അത് അറിയാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. ജാതസ്പൃഹ, അപ്പോൾ അതിൽ താല്പര്യമുണ്ട് അദ്ദേഹത്തിന്, വിവാഹം കഴിക്കുന്ന താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം നേരെ രാജാവിനടുക്ക് പോകുന്നു. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും രാജാവിനാണല്ലോ വേണ്ടത്. ഇങ്ങനത്തെ ഒരു പ്രയാസം വന്നപ്പോൾ നേരെ രാജാവിനടുക്ക് വന്നിട്ട് കന്യാം ഏകാമയായാലും ഒരു കുട്ടിയെ എനിക്ക് കല്യാണം വെച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് സ്വയംവരത്തിൽ സ്വീകരിച്ചോളൂ. പെൺകുട്ടികൾക്ക് സ്വയം ഒരാളെ വരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങേ ഇഷ്ടമാണെങ്കിൽ അവരങ്ങേ വരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു അവർക്കൊരു പക്ഷേ എന്നെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നില്ല. രാജാവ് പറഞ്ഞിട്ട് എനിക്ക് തരാന്ന് വെച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് വലിയ ജരഠായ അസമ്മതം, കണ്ടാൽ തന്നെ പ്രായമുണ്ട്, കണ്ടാൽ വൃത്തിയില്ല, വലിയ പരിത ഏജത്ക, കഴുത്തന്നെ ഇങ്ങനെ വയസ്സായിട്ട് അങ്ങോട്ടും ഇങ്ങനെ ഉറപ്പില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക, ഇങ്ങനെയൊക്കെയായിരുന്നു. അതുകൊണ്ട് സുരസ്ത്രീണാം അഭിപ്സം, ദേവസ്ത്രീകൾ പോലും എന്നെ കണ്ടാൽ കൊതിക്കണം, അങ്ങനത്തെ സൗന്ദര്യം ഉണ്ടാവട്ടെ സങ്കല്പിച്ച് ഇദ്ദേഹം അങ്ങനത്തെ സൗന്ദര്യത്തെ സ്വീകരിച്ചു. അങ്ങനെ അന്തഃപുരത്തിലേക്ക് പോയി. ഇദ്ദേഹം അങ്ങനെ പ്രവേശക്ഷത്ര കന്യ അന്തഃപുരം വൃദ്ധിമത് അന്തഃപുരത്തിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഉദശ രാജകന്യാഭി ഏക, എന്നിട്ട് ഒരു കുട്ടിയെ സ്വീകരിക്കാൻ അദ്ദേഹം പോയ സമയത്ത് അവിടെ 50 പെൺകുട്ടികളും ഇദ്ദേഹത്തെ സ്വീകരിച്ചു. താസാം കലരബുദ്ഭൂയാൻ കണ്ട സമയത്ത് തന്നെ ഓരോരുത്തർക്കും ഇദ്ദേഹത്തെ ഇഷ്ടമായ സമയത്ത് ഞാനാണ് യോഗ്യൻ. താസാം കലരബുദ്ഭൂയൻ തഥ്യ അപോഹ്യ സൗഹൃദം, സഹോദരിമാർ എന്നുള്ള സ്നേഹമൊക്കെ വിട്ടു. കാരണം അവരോരൊക്കെ ഈ ഭർത്താവായി ഇദ്ദേഹത്തെ കിട്ടുന്ന ഓരോരുത്തർക്കും കൊതി ഉണ്ടായ സമയത്ത് മറ്റേയാൾക്ക് ഇത് വേണ്ട, ഞാനാണ് മമ അനുരൂപ, ഞാനാണ് അദ്ദേഹത്തിന് ചേരുക, നായമ്പ നീ അയാളായിട്ട് ചേർച്ചയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ലഹള കൂടാൻ തുടങ്ങി. ഇദ്ദേഹം അവരെല്ലാവരെയും വരിച്ചു, എല്ലാവരും കല്യാണം കഴിച്ചു. എന്നിട്ട് പറയാണ് ദ ബഹുർജ സ്ഥാപി അപാരണീയ തപശ്രിയ അനർഘ്യ പരിച്ഛദേഷു ഗൃഹേഷു നാനോപവന അമലാംഭസ്സരസ്സു സൗഗന്ധിക കാനനേഷു. ഇദ്ദേഹത്തിൻ്റെ തപസ്സുകൊണ്ട് അനർഘ്യങ്ങളായിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു, ഉപകരണങ്ങൾ എല്ലാം ഇദ്ദേഹം തപസ്സുകൊണ്ട് സൃഷ്ടിക്കും. മഹാർഹ ശയ്യ ആസന വസ്ത്ര, ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചുറ്റുപാടും വേണ്ടത് അതൊക്കെ ഇദ്ദേഹം കൊടുത്തു. വലിയ ശയ്യ, വസ്ത്രങ്ങൾ, ഭൂഷണങ്ങൾ, ആഭരണങ്ങൾ. സ്വലംഗത സ്ത്രീ പുരുഷണി ആരേമേ അനുഗായ ദ്വിജഭൃംഗവന്തിഷു. ഇങ്ങനെ ദാമ്പത്യ സുഖത്തിൽ വേണ്ടതായ ഭൂഷണങ്ങളൊക്കെ ഈ പെൺകുട്ടികൾക്ക് ഇദ്ദേഹം 50 പേർക്കും ഒരു കുറവില്ലാണ്ട് ഇദ്ദേഹം കൊടുത്തു. ഇദ്ദേഹം ഇവരായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ഒരു ലഹളയില്ലാതെ കഴിയുന്ന സമയത്ത് സപ്തദ്വീപവതിയായിട്ടുള്ള മാന്ധാതാവിന് അത്ഭുതപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒരു ദാമ്പത്യം കൊണ്ടെടുക്കാൻ പറ്റുന്ന മഹർഷിയായിരുന്നു ഇദ്ദേഹം മുമ്പ്. പക്ഷെ ഇദ്ദേഹം ആ തപശക്തി കൊണ്ട് ഈ ദാമ്പത്യ സുഖത്തെ അനുഭവിച്ച് ആർക്കൊരു പ്രയാസമില്ല, എല്ലാവരും സന്തോഷിപ്പിച്ച് പോകുമ്പോൾ വിസ്മിത സ്തംഭമജഹാത്, അദ്ദേഹം അങ്ങനെ സ്തംഭിച്ച് നിന്നു എന്നാണ് ഈ മാന്ധാതാവ് ഇദ്ദേഹത്തിന് ദാമ്പത്യം കണ്ടിട്ട്. ഇങ്ങനെ കുറേ കാലം ഇദ്ദേഹം ഈ സൗകര്യ മഹർഷി പെൺകുട്ടികളുടെ കൂടെയൊക്കെ അങ്ങനെ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ കൂടെ കഴിഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി സേവമാനഹ എന്ന ചാതുഷ ആജ്യസ്തോകൈഹി വാനല, ആജ്യസ്തോകം കൊണ്ട് അഗ്നിയിൽ
നെയ്ത്തുള്ളി ഇങ്ങനെ വീണുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും കേടില്ല. അതേപോലെയാണ് ഈ വിഷയത്തെ അനുഭവിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മതി മതി തോന്നുകയില്ല എന്ന്. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചു, തൻ്റെ ജന്മം എന്നുള്ളത് ഈശ്വരോപാസനയ്ക്കും അല്ലെങ്കിൽ അവനവനെ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളതാണല്ലോ. അവിടെ ആത്മനാശമുണ്ടായി, ആത്മാന്വേഷണം ഉണ്ടാവാതെ വിഷയസുഖങ്ങളുടെ പിന്നാലെ തന്നെ പോയില്ലേ. തതശ്ച ബഹുർജാചാര്യ മീനസംഘസമത്വം, ഒരു മത്സ്യത്തിനെ കണ്ടപ്പോൾ തനിക്ക് ഇങ്ങനെ തോന്നിയില്ല, എന്നിട്ടല്ലേ താനിങ്ങനെ അതപ്പതിച്ചു പോയത്. എൻ്റെ നാശം നോക്കൂ, ഇനി ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ അല്പം ദൂരം കൂടി ഉണ്ടായിരുന്നുള്ളൂ, അവിടെ താൻ ഇറങ്ങി പിന്നാക്കാൻ പോകുന്നില്ലേ. അഹോ ഇമം പശ്യതമേ വിനാശം, എൻ്റെ വിനാശം കണ്ടില്ലേ. എങ്ങനെയുള്ള അവിടെ തപസ്വിനഹ സച്ചരിതവ്രതസ്യ, സാധാരണ സച്ചരിതവ്രതന്മാർക്ക് വഴിതെറ്റില്ല എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക് തന്നെ വഴിതെറ്റിയില്ലേ. എന്താ കാരണം? അന്തർജലെ വാരിചരപ്രസംഗാത്, വാരിയിൽ ചരിക്കുന്ന മത്സ്യങ്ങളുടെ പ്രസംഗം കൊണ്ട് എനിക്കിങ്ങനെ തോന്നി. എൻ്റെ ചിരമായിട്ടുള്ള വലിയതായിട്ടുള്ള ബ്രഹ്മത്തെ പ്രത്യാവിതമായത് എന്നിൽ നിന്ന് ചോർന്നുപോയി. അതുകൊണ്ട് ലോകത്തിനായിട്ട് അദ്ദേഹത്തിനൊരു വാക്ക്, അത് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മുമുക്ഷുവാണെങ്കിൽ മിഥുനപതികളുമായിട്ടുള്ള സംഘത്തെ ത്യജിക്കണം. സംഘം ചെയ്ത മിഥുനപതിന മുക്ഷു സർവാത്മനാവസജൽ ബഹിരിന്ദ്രിയാണ്. ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് വിടരുത്, അകത്തേക്ക് കൊണ്ടുപോകണം. ഇപ്പം അകത്തേക്ക് ചിന്തിക്കുക. ഏകശ്ചരൻ്റെ ചിത്തം അനന്തമേശ, ഉള്ളിലുള്ള ഭഗവാൻ തന്നെ മനസ്സരിച്ചുകൊണ്ടിരിക്കണം. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അപകടം. സജ്ജനങ്ങളോട് പ്രസംഗം ഉണ്ടാവണം. മത്സ്യസംഘാത് പഞ്ചാശതാസമത പഞ്ചസഹസ്രം. ഞാനിപ്പോൾ ഇവരുടെ കൂടെ മത്സ്യത്തിനെ പോലെ ആയിട്ട് എന്തായി, ധാരാളം കുട്ടികളുണ്ടായി, ഭാര്യമാരുണ്ടായി. അതുകൊണ്ട് ഇതിൽ ഈ വിഷയത്തിൽ അർത്ഥഭാവത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാശം ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ചു. ഇങ്ങനെ കുറേ കാലമൊക്കെ അദ്ദേഹം ഇവിടെ കഴിഞ്ഞു. പിന്നീട് അവിടുന്ന് മനസ്സിലായ സമയത്ത് അവിടുന്ന് അദ്ദേഹം ഇറങ്ങി വനത്തിലേക്ക് തന്നെ പോയി. വനം ജഗാമ അനുയി. ഇപ്പോൾ പത്നിമാർ പറഞ്ഞു, ഞങ്ങളെയും കൂടെ കൂട്ടണം കേട്ടോ, ഞങ്ങളെ അങ്ങ് ഒരു ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അവരെല്ലാവരും തീക്ഷ്ണമായ എന്താണ് സൗകര്യയുടെ തപസ് അത് തന്നെ അവരും അനുഷ്ഠിച്ചു. എന്നിട്ട് അവർ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. സൗപരി മഹർഷിയും ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ഇത് കണ്ട സമയത്ത് ഇവരും എത്തിച്ചേർന്നു. അഗ്നിയും ശാന്തം വിവാർച്ചിഷ, അഗ്നിയിൽ നിന്ന് പുറപ്പെട്ട ധൂമലിങ്ങൾ, പൊടികൾ അഗ്നിയിൽ തന്നെ വന്ന് പതിക്കുന്നത് പോലെ, പുറത്തേക്ക് പൊങ്ങിപ്പോണ് പതിക്കുന്ന പോലെ, ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ ചോദന കൊണ്ട്, പ്രേരണ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സത്ശീലങ്ങളെ സ്വീകരിച്ച ആ പെൺകുട്ടികളും ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു എന്ന് വെച്ചുകൊണ്ടാണ് 6-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഈ 7-ാമത്തെ അധ്യായത്തിൽ എന്താ നോക്കാം. മാന്ധാതു പുത്രപ്രവരഃ യഃ അംബരീഷഃ പ്രകീർത്തിതഃ പിതാമഹേന പ്രവതോ യൗവനാശുശ്ച തൽസുതഃ ഹാരീതഃ തസ്യ പുത്രോ ഭൂർമാന്ധാത പ്രവരായ്മേ. മാന്ധാതാവിന് പുരുകുത്സം, അംബരീഷം, മുജുകുന്ദൻ 3 കുട്ടികളുണ്ടായതായിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ശ്രേഷ്ഠനായിരുന്നു അത്ര അംബരീഷൻ. ആ അംബരീഷൻ്റെ മകനായിട്ട് യൗവനാശ്വൻ, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഹാരീരൻ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നീട് ഈ മാന്ധാതാവിൻ്റെ മറ്റൊരു മകനായ പുരുകുത്സൻ, ആ പുരുകുത്സൻ്റെ കഥ പറയുകയാണ്. നർമ്മദാ ധാതുവിദത്ത പുരുകുത്സായോരകേഹി തയാ രസാതലം നീതോ ഭുജകേന്ദ്ര പ്രയുക്ത. അപ്പം ഇദ്ദേഹം പുരുകുത്സൻ വിവാഹം കഴിച്ചത് ഉരകങ്ങളുടെ സഹോദരിയാണ്. ഉരകങ്ങളുടെ സഹോദരിയായിട്ടുള്ള നർമ്മദ വിവാഹം കഴിച്ചു. അപ്പോൾ അവളുടെ പ്രേരണ കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, രസാതലത്തിലേക്ക് പോയി. അവളാൽ രസാതലം രസാതലത്തിലേക്ക് പോയി. ഭുജകേന്ദ്ര പ്രയുക്തയ, ഭുജകേന്ദ്രൻ്റെ പ്രേരണ കൊണ്ട് ഇവളെന്ത് ചെയ്തു, ഇദ്ദേഹം പുരുകുത്സൻ പാതാളത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇദ്ദേഹം കുറേ ആൾക്കാരെ കൊന്നു. അതായി പറയുന്നത്. ഗന്ധർവാൻ അവധിത് തത്ര വധ്യാൻ വൈ വിഷ്ണുശക്തി ഇദ്ദേഹത്തിനുണ്ടെന്നാണ് പറയുന്നത്. വിഷ്ണുശക്തി ധരിച്ച ഇദ്ദേഹം ഗന്ധർവന്മാരെയൊക്കെ വധിച്ചു. വധ്യന്മാരായ ഗന്ധർവന്മാരെ കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ വലിയ സമാധാനം ഉണ്ടാക്കിയ സമയത്ത് നാഗങ്ങൾ പിന്നെ എന്താ വരം വേണ്ടി ചോദിച്ചു. അപ്പോൾ ഈ കഥ സ്മരിക്കുന്നവർക്ക് നാഗങ്ങളിൽ നിന്ന് ഭയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു വരം വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. നാഗാലബ്ധവര സർപ്പാദഭയം സ്മരതാമിതം. ത്രസദ്സ്യുഹു പൗരുകുത്സഃ യഃ അനരണ്യസ്യ ദേഹകൃത് ഹര്യശ്വഃ തൽസുതസ്തസ്മാദരുണഃ അഥ ത്രിബന്ധനഃ. പുരുകുത്സൻ്റെ മകനായിട്ട് ത്രസദ്സ്യുവും അതുപോലെ അനരണ്യനും, പിന്നീട് ത്രസദ്സ്യുവിൻ്റെ മകൻ അനരണ്യൻ, അവൻ്റെ മകൻ ഹര്യശ്വൻ, അവൻ്റെ മകൻ അരുണൻ, അവൻ്റെ മകൻ ത്രിബന്ധൻ എന്നൊക്കെ ആ വംശത്തെ എങ്ങനെ പറഞ്ഞു.
അപ്പോൾ ത്രിബന്ധനൻ്റെ മകനായിക്കൊണ്ടാണ് തസ്യ സത്യവ്രതപുത്ര, സത്യവ്രതം എന്നുള്ള പുത്രനുണ്ടായി. അദ്ദേഹത്തിന് ത്രിശങ്കു എന്നുള്ള പേരും കൂടി ഉണ്ടായി. സത്യവ്രതൻ ഉള്ള മകൻ, ആ സത്യവ്രതൻ എന്നുള്ള മകന് ത്രിശങ്കു എന്നുള്ള പേരും കൊണ്ടായി. അദ്ദേഹത്തിന് ചാണ്ടാളതാം ശാപാൽ ഗുരു കൗശിക തേജസ, ശാപം കൊണ്ട് ചാണ്ടാളത്വത്തെ അദ്ദേഹം പ്രാപിച്ചുവെന്നും കൗശിക തേജസ് കൊണ്ട്, ഗുരുവിൻ്റെ ശാപം കൊണ്ട് ചാണ്ടാളത്വത്തെ പ്രാപിച്ചുവെന്നും വിശ്വാമിത്രൻ തേജസ് കൊണ്ട് അദ്ദേഹം ദേവലോകത്തേക്ക് പോയി എന്നും, ദേവലോകം അദ്ദേഹത്തിന് ഇന്ദ്രൻ അയാളവിടെ കയറാൻ പറ്റില്ല, താഴത്തേക്ക് തള്ളിയിട്ട സമയത്ത് ഇദ്ദേഹത്തിനായിട്ട് ഒരു സ്വർഗമൊക്കെ ഉണ്ടാക്കി. അതാണ് ത്രിശങ്കു സ്വർഗം. അങ്ങനെയൊക്കെ ഒരു കഥ. സ്വർഗത്തെ പ്രാപിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു ഉടലോടെ സ്വർഗത്തെ പ്രാപിക്കാനായിട്ട് അദ്ദേഹം ഇതൊക്കെ ചെയ്തു. അതൊക്കെ ഗുരുനാഥൻ പറഞ്ഞൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു. പക്ഷേ ഈ കൗശികൻ, വിശ്വാമിത്രൻ എന്ത് ചോദിച്ചു, അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹം യാഗമൊക്കെ ചെയ്തപ്പോൾ സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടില്ല ദേവേന്ദ്രൻ, അവിടുന്ന് തള്ളി താഴത്തിട്ടു. അദ്ദേഹത്തിനായിട്ടൊരു സ്വർഗം അവിടെ ഉണ്ടാക്കി. അതാണ് ത്രിശങ്കു സ്വർഗം. അദ്ദേഹത്തിൻ്റെ മകനാണ് ഹരിശ്ചന്ദ്രൻ. ഹരിശ്ചന്ദ്രനെ ചൊല്ലിക്കൊണ്ട് വിശ്വാമിത്രവശിഷ്ടഹോ നിമിത്തമപ്പോൾ യുദ്ധം ഭക്ഷണോഹോ ബഹുവാർഷികം, അനവധി കാലം നിന്ന വിശ്വാമിത്ര വശിഷ്ഠന്മാർ തമ്മിലുള്ള യുദ്ധമുണ്ടായി നിൽക്കുകയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇദ്ദേഹം ഈ ഹരിശ്ചന്ദ്രൻ്റെ കഥ പറയുന്ന സമയത്ത് പറയണം, അദ്ദേഹം അനപത്യനായിരുന്നു, ആദ്യം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. വിഷണ്ണാത്മാ നാരദസ്യ ഉപദേശത, നാരദൻ്റെ ഉപദേശം സ്വീകരിച്ചിട്ട് ഇദ്ദേഹം വരുണനെ ശരണം പ്രാപിച്ചു. സന്തതി ഉണ്ടാവാനായിട്ട് വരുണനെ പ്രാർത്ഥിച്ചു. പുത്രോമേ ജായതാം പ്രഭു, എനിക്കൊരു പുത്രൻ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നിട്ട് ഒരു വഴിപാടും കഴിച്ചു. എന്താ വഴിപാട്? യതി വീരോ മഹാരാജ തേനൈവത്വം വിജയതി, എനിക്കൊരു പുത്രൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കൊണ്ട് ഞാൻ അങ്ങേ യജിച്ചോളാന്ന് പറഞ്ഞു. എന്തൊരു മണ്ടത്തരം ആലോചിച്ച് നോക്കും. എനിക്കൊരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതിനെ അങ്ങേക്ക് ബലി തന്നോളാന്ന്. അങ്ങനെ അദ്ദേഹം ഒരു വഴിപാടും ചെയ്തു. അങ്ങനെ വരുണൻ്റെ അനുഗ്രഹം കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു മകനുണ്ടായി. തഥേതി വരുണേന, വരുണൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. ഇദ്ദേഹത്തിന് പുത്രൻ ഉണ്ടായി. അയാൾക്ക് രോഹിത് എന്ന് പേരിട്ടു. അപ്പോൾ ഉണ്ടായ ഉടനെ വരുണം വന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ തന്നേ പറഞ്ഞു. ജാതസ്തുതോ ഹനേനാങ്ക മാം യജസ്വേദി, അതിനെ എനിക്കിങ്ങനെ യജിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ യഥാ പശു നിർദ്ദശസ്യ, അത് 10 ദിവസമായില്ലല്ലോ, 10 ദിവസമാവാണ്ട് ബാലാമ കഴിയണ്ടേ പറഞ്ഞു. നിർദ്ദശേജ സാഗത്യ, 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു പല്ല് മുളക്കണ്ടേ എന്നാണ്. ദന്താപശുറിയ ജായതൻ, പല്ല് മുളച്ചാലേ ഇതിന് ബലി കൊടുക്കാൻ പാടുള്ളൂ, എന്നാലേ ഇത് ശുദ്ധമാവുള്ളൂ, മേധ്യമാവുള്ളൂ പറഞ്ഞു. അങ്ങനെ പല്ല് മുളച്ചപ്പോൾ വന്നു. അപ്പോൾ പറഞ്ഞു ഇത് യഥാ പദം ജസ്യതെന്താ, ഈ പല്ല് പോട്ടെ എന്ന് പറഞ്ഞു. അതായത് കുട്ടികളുടെ പാൽപ്പല്ലുകളാണ്, അത് പോയിട്ട് പിന്നീട് വരുന്ന പല്ലുകളാണ് ശരിയത്. പശോർ നിബദിതാതെന്ത യജസ് വ്യത്യാസ യഥാപശോപ്പെടുന്നത്, ഇനിയിപ്പോൾ പല്ല് നന്നായി മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ പുനർജ്യാതായജസ്യതി, പിന്നെയും പല്ല് വന്ന സമയത്ത് എനിക്ക് യജിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് അയ്യോ ഇത് യുദ്ധം ചെയ്യാൻ പാകത്തിന് കുമാരനാവാതെ എങ്ങനെയാണ് ഇവന് ഞാൻ ബലി തരുമെന്ന് ചോദിച്ചു. അപ്പോഴേ ശുദ്ധമാവുള്ളൂ. സാന്യാഹികോ യഥാ രാജന്യോ. ഇപ്പം ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് കൊടുക്കാണ്ട് അല്ലേ. ഇനി പുത്രാനുരാഗേണ സ്നേഹേന്ദ്രജേസ കാലം പഞ്ചേതാതം തമുക്തു ദേവ തമീക്ഷ. ഇങ്ങനെ വരുണൻ വിചാരിച്ചു തരും വിചാരിച്ചു തന്നു. ഇത് മനസ്സിലാക്കി ഈ കുട്ടി രോഹിതൻ മനസ്സിലായ സമയത്ത് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ബലി കൊടുക്കുന്നു മനസ്സിലായപ്പോൾ അവിടുന്ന് അയാൾ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധനുഷ്പാണിയായിക്കൊണ്ട് അരണ്യം പ്രത്യേകിച്ച് കാട്ടിലേക്ക് പോയി. ഒരു തരത്തിൽ തന്നെയാവും ഹരിശ്ചന്ദ്രൻ്റെ തന്ത്രവും. കാരണം ഇയാൾ സ്വയമേ രക്ഷപ്പെട്ടോടെ വെച്ചിട്ടാവും. ഏതായാലും പിതരം വരണഗ്രസ്തം ശുത്വ ജാതമഹോദരം. അപ്പോൾ വരുണനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാഞ്ഞപ്പോൾ വരുണന് ക്രോധം ഉണ്ടായി. അതുകൊണ്ട് ഈ അച്ഛനെ മഹോദരം എന്നുള്ള രോഗം ബാധിച്ചു. ഇത് രോഹിതൻ അറിഞ്ഞപ്പോൾ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടുകയാണ്. പക്ഷേ ഇന്ദ്രൻ വന്ന് തടഞ്ഞു. പോണ്ട, പോയി കഴിഞ്ഞാൽ നിന്നെ കൊല്ലും, എന്തിനാ വെറുതെ പോകുന്നതൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ തടഞ്ഞു. ഭൂമിയെ പര്യടനം പുണ്യം തീർത്ഥത്തെ ക്ഷേത്രനിഷേവണേഹി. രോഹിതായ തീർത്ഥക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ സന്ദർശിക്കും. എപ്പോഴൊക്കെ ഇയാൾ നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കും അപ്പോഴൊക്കെ ഇന്ദ്രൻ തടയും. അങ്ങനെ ദ്വിതീയ തൃതീയ ചതുർത്ഥേ പഞ്ചമേത അഭ്യേത്യ അഭ്യസ്ത വിരഹ വിപ്രോ ഭൂത്വാഹ വൃത്രഃ.
ഈ വൃത്രഹനായിട്ടുള്ള ഇന്ദ്രൻ എന്ത് ചെയ്തു വെച്ചാൽ നല്ല വൃദ്ധബ്രാഹ്മണന്റെ വേഷം ധരിച്ചുകൊണ്ട് സ്ഥവിരഹ വിപ്രഹ ഭൂത്വ, ഒരു വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് ഈ രോഹിതനോട് പറയും ഈ കൊട്ടാരത്തിലേക്ക് ഒത്തു പോകുന്നു വേണ്ടെന്ന് പറയും. ഇങ്ങനെ ഷഷ്ടം സംവത്സരം ദത്ത ജലസ്വ രോഹിതപുരി. അപ്പം അദ്ദേഹം കുറേ കാലം അങ്ങനെ സഞ്ചരിച്ചു നാം. ഷഷ്ടം 6 സംവത്സരം സഞ്ചരിച്ചു നാം. അപ്പം അങ്ങനെ ഒരിക്കലും ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ ഉപപറഞ്ഞ അജീകർത്തൻ എടുക്കുന്ന ബ്രാഹ്മണൻ എടുക്കുന്ന അക്രീണാൻ പൈസ കൊടുത്ത് വാങ്ങി. മധ്യമസുതനെ ശുനശേപൻ ഇദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങി ഈ രോഹിതനെ തനിക്ക് പകരം അച്ഛനെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. ശുനശേപം പശും പിത്രയെ പ്രദായ സമബന്ധ, അച്ഛനെ കൊണ്ടുപോയി നമസ്കരിച്ചത് എനിക്ക് പകരം ഇയാളെ ബലി കൊടുത്തുള്ളൂ എന്ന് ശുനശേപനെ കൊണ്ടുകൊടുത്തു. അപ്പം അങ്ങനെ സദ പുരുഷമേധന ശുനശേപനെ വെച്ചിട്ട് ബലി കൊടുക്കാനായി നിശ്ചയിച്ചു, യാഗം ചെയ്യാൻ പുറപ്പെട്ടു. അങ്ങനെയൊക്കെ വലിയ കഥയുണ്ട് എന്ന് പറയണം, മഹൽ കഥ. മുക്തഹാദർ, അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു. അവിടെ ഇദ്ദേഹത്തെ ബലിയൊന്നും കൊടുത്തില്ല ശുനശേപനെ. പിന്നെ അവിടെ വിശ്വാമിത്രൻ വന്ന് മോചിപ്പിച്ചു എന്നൊക്കെയാണ് കഥ. അതിവിടെ അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല, പിന്നെ പറയുമോ. എന്തായാലും വിശ്വാമിത്ര ഭവൽ തസ്മിൻ ഹോതാജാത്മവാൻ, അദ്ദേഹം കൊണ്ടുകൊണ്ട് യാഗമൊക്കെ ചെയ്യിക്കുമ്പോൾ വിശ്വാമിത്രനായിരുന്നു എൻ്റെ ഹോതാവ്, അധ്വര്യുവായിട്ട് ജമദഗ്നി, ബ്രഹ്മനായിട്ട് വസിഷ്ഠൻ, അയാസിന് സാമഗാനം സാമവേദം അറിയുന്നവൾ, ഇങ്ങനെയൊക്കെ ഗംഭീര യാഗമൊക്കെ നടത്തിയാണ് ഈ ഹരിശ്ചന്ദ്രനസ്ഥം. അപ്പം അങ്ങനെ ഇന്ദ്രനെ സന്തോഷിച്ചു. തസ്മൈ ദുഷ്ടോദവിൻ്റെ ശാതകൗംഭം എന്ന രഥം, സ്വർണ്ണമയമായ രഥത്തെ ഇദ്ദേഹത്തിന് കൊടുത്തു. ശുനശേപന്റെ മഹാത്മ്യം പിന്നെ പറയാമെന്നാണ്. ശുനശേപസ്യ മഹാത്മ്യം ഉപരിഷ്ടാൽ പ്രവക്ഷത്തെ. ഇദ്ദേഹത്തിൻ്റെ സത്യസാരാംശം ദൃഷ്ട, സത്യത്തിലുള്ള ആ വ്യവസ്ഥ കണ്ടിട്ട് വിശ്വാമിത്ര അഭിസംവൃത ആവിഹൃതാന്തരി, ഇദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് അനുഗ്രഹിച്ചു. വലിയ ജ്ഞാനമൊക്കെ കൊടുത്തു നിർത്തം ഈ ഹരിശ്ചന്ദ്രന് വിശ്വാമിത്രൻ. മനഃപൃഥിവ്യം താമഭി തേജസ ആപോലേന ദൽഖേ വായും ധായ സച്ച ഭൂതാദൂതം മഹാത്മ്യം. ഇദ്ദേഹത്തിൻ്റെ ഈ സദ്ഗതിയെക്കുറിച്ചിട്ട് പറയണം. തസ്മിൻ ജ്ഞാനകലാം ധ്യാത്വ ദയാജ്ഞാനം. ഇത് ഒന്നൊന്നുണ്ടായത് അതിലേക്ക് തന്നെ ലയിക്കുമല്ലോ. അതേപോലെ സംസാരത്തിൻ്റെ മൂലകാരണമായ മനസ്സ്, പിന്നെ പൃഥിവിയിൽ നിന്ന് അതിനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നും അടുത്തടുത്ത ഭൂത്തിൽ ലയിപ്പിച്ച് ഇദ്ദേഹം ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതാണ്. തസ്മിൻ ജ്ഞാനകലം ധ്യാത്വ ദയാജ്ഞാനം. ഇദ്ദേഹം പ്രപഞ്ചം ഉണ്ടായ വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു അറിവ് അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അദ്ദേഹം അവസാനം വിധ്വസ്ത ബന്ധനത്തിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ഭഗവാനിലേക്ക് ഈ ഹരിശ്ചന്ദ്രൻ എത്തിച്ചേർന്നു പറഞ്ഞുകൊണ്ടാണ് ആ 7-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്.